വയലൻസ് ആണ്. മാം ഇപ്പോൾ ഡൊമസ്റ്റിക് കേസസ് ഡീൽ ചെയ്യാറുണ്ട്, ഒരുപാട് ഡിവോഴ്സ് കേസസുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം എഴുതിയാൽ കേരളത്തിൽ ഡിവോഴ്സ് കിട്ടും എന്ന് മാമിന് ഉറപ്പുള്ള ഒരു കാര്യം എന്താണ്? അതായത് ഈ ഒരു കാര്യം ആ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ കോർട്ട് ഡിവോഴ്സ് വിധിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇപ്പം റിലീജിയസ് ബേസ്ഡ് ആണല്ലോ. ഇപ്പം ഹിന്ദു ആണെന്ന് വെച്ചോ, 7 ഗ്രൗണ്ട് ഉണ്ട്. ഈ 7 ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ ഡിവോഴ്സ് അനുവദിക്കും. അത് കോടതിയിൽ ചില മിയർ അലിഗേഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. പക്ഷെ ഒരിക്കലും അത് യോജിക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക് ഡൗൺ ആയ ഒരു മാരേജ് ആണെങ്കിൽ പോലും കോടതി ഡിവോഴ്സ് അനുവദിക്കാറുണ്ട്. അതിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ എഴുതുന്ന പ്ലീഡിങ്സിനെ ബേസ് ചെയ്തിട്ടില്ല. പക്ഷെ പ്ലീഡിങ്സിൽ ഞാൻ പറഞ്ഞ ഈ ഗ്രൗണ്ട്സ് എല്ലാം അട്രാക്റ്റഡ് ആവണം. ഇപ്പോൾ ക്രൂവൽറ്റിയാണ്, അവൻ എന്നെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് മാത്രം പറയാതെ എങ്ങനെയാണ് മാനസികമായിട്ട് നമ്മൾ ബാധിക്കപ്പെട്ടത്. ഇപ്പോൾ എന്നെ പർപ്പസ്ഫുള്ളി എന്നെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, എന്നെ അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ തരുന്നുണ്ട്, ആ രീതിയിൽ എൻ്റെ അമ്മേനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ അവളുടെ മൊഴികൾ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് അതേപോലെ ഫിസിക്കലി ഹാം ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ്. ഏറ്റവും ഇതിൽ സ്ട്രെങ്ത് ഉള്ള ഒരു പോയിന്റ് ഏതാണ് മാം ഡിവോഴ്സിലേക്ക് വരുമ്പോൾ? സാധാരണ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് ഇതുപോലെ ഇരുന്നപ്പോൾ പറഞ്ഞു, അഡ്വക്കേറ്റ് അന്ന് പറഞ്ഞു ഭർത്താവിന് അവിഹിതമുണ്ട് എന്ന് എഴുതി ചേർക്കണം, എന്നാൽ ഇത് സ്ട്രോങ്ങർ ആവുള്ളൂ. അപ്പം ചേച്ചി പറഞ്ഞു അയ്യോ അതൊന്നും എഴുതാൻ പറ്റത്തില്ല, ആള് ഇല്ലാത്ത ഒരാളെ പറ്റി എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിഹിതം എന്ന് പറയുന്നത് ഒട്ടും ഭയങ്കര പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. ക്രൂവൽറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഈ ഫോൺ മെസ്സേജസോ എന്തെങ്കിലും ഒക്കെ ഫോൺ മെസ്സേജസ് രണ്ടാ ഫോൺ മെസ്സേജസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രൂവൽറ്റിയാണ്. ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് അവന് മെസ്സേജസ് എഴുതിയത് അവിഹിതം ആവൂല. അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധി, ഒരു ഫ്ലേർട്ടിങ് പോലെ. അവിഹിതം എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് മസ്റ്റായിട്ട് പ്രൂവ് ചെയ്യണം, ആ വ്യക്തിയും കൂടെ പാർട്ടി ആകണം. അതാണ് അഡൾട്ടറി വരുന്നത്. എന്നാൽ മാത്രമേ അഡൾട്ടറി. ഇപ്പം അഡൾട്ടറി ആണ് ഗ്രൗണ്ട് എന്ന് വെച്ചു. അഡൾട്ടറി ആണ് ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വ്യക്തിയുമായിട്ടാണോ അവർക്ക് ഫിസിക്കൽ റിലേഷൻ ഉള്ളത് ആ വ്യക്തിയെ ഇതിനകത്ത് ഓപ്പോസിറ്റ് പാർട്ടിയും ആക്കണം. അതേപോലെ അവർ തമ്മിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് പ്രൂവ് ചെയ്യുകയും വേണം. അതേസമയം അവർ പ്രൂവ് ചെയ്യുക, ചിലപ്പോൾ അവർ ഔട്ടിങ് പോയിട്ടുണ്ടാവാം, ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടാവാം, അവരുടെ ചാറ്റിങ്ങിൽ തന്നെ അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻ അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ടോക്കായിരിക്കാം. അതൊക്കെയാണ് നമ്മൾ കൊടുത്താൽ മാത്രമേ മറ്റേ ആളെ നമുക്ക് ഇതിനകത്തോട്ട് വലിക്കാൻ പറ്റുള്ളൂ, അഡൾട്ടറി ഗ്രൗണ്ട് ആണെങ്കിൽ. മറ്റേന്ന് വെച്ചാൽ ക്രൂവൽറ്റിയാണ്. ഇപ്പം വേറൊരു മറ്റേ ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ വേറൊരു ലേഡിയുമായിട്ടോ അല്ലെങ്കിൽ പുരുഷനുമായിട്ടോ, അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂവൽറ്റി. അതും ഒരു ഗ്രൗണ്ടാണ് ഡിവോഴ്സിന്. അല്ലാതെ അത് കാരണമാകില്ല. അങ്ങനെ ഫ്ലോട്ടിംഗ് മെസ്സേജസ് കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും അവിഹിതം ആ ഗ്രൗണ്ട് വരില്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രൗണ്ട്സ് ഉണ്ട്, ഡിവോഴ്സിന് കുറേ ഗ്രൗണ്ട്സ് ഉണ്ട്. ഈ ഗ്രൗണ്ട്സിന് ക്രൂവൽറ്റി, ഡെസേർഷൻ, ഈ പറയുന്ന പോലെ അതേപോലെ സെക്ഷൽ ഡിസീസസ്, അനാവശ്യമായിട്ട് എന്താ പറയുക ഒരു വിത്തൗട്ട് എനി റീസൺ സെക്ഷൽ ഡിനേ ചെയ്യുന്നത്, ലോങ് ടേം, ഇതൊക്കെ ക്രൂവൽറ്റി ആയിട്ട് വരും. അങ്ങനെ പല പല കാരണങ്ങൾ ഇതിനകത്ത് വരും ഡിവോഴ്സിൽ. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ പാർട്ട്ണറിനുണ്ടെങ്കിൽ അതും കാണിക്കാമെന്ന്. അതൊക്കെ ഒരു കോസ് ആണോ മാം ഇപ്പോഴും? ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് ഇപ്പം കല്യാണം കഴിഞ്ഞു, പക്ഷെ അയാൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ച് ആ ലേഡിക്ക് പറ്റുന്നില്ല, പല രീതിയിലാണ്, ഫിസിക്കലാവാം ഇമോഷണലാവാം പല രീതിയിൽ. പക്ഷെ ഒരു മാരേജ് വാലിഡ് ആവണമെങ്കിൽ താലി കെട്ടിയെന്നോ അല്ലെങ്കിൽ ഒപ്പിട്ടെന്നോ പറഞ്ഞത് വാലിഡ് ആവില്ല. അവർ തമ്മിൽ കൊഹാബിറ്റേഷൻ നടന്നിട്ടുണ്ടാവണം. അതായത് അവർ തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു റൂഫിനുള്ളിൽ ജീവിച്ചിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു മാരേജ് വാലിഡ് ആവൂ. അല്ലെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആക്കുക, അതായത് അസാധുവാക്കുക. ആ മാരേജിന് ഒരിക്കലും ഒരു വാലിഡിറ്റി കിട്ടുന്നില്ല. അതേസമയം അവർ തമ്മിൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരുന്നു, അവർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഓൺ ദ വേയിൽ എന്തെങ്കിലും റീസൺ കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇൻഫിഡിലിറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് കോടതി കൊടുക്കില്ല. ഇപ്പോൾ പോണ വഴിയിൽ ആക്സിഡൻ്റ് ആയി, അയാൾക്ക് എന്തെങ്കിലും ഒരു അതൊന്നും അല്ല പറയണം, ഒരു എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ് വരികയോ, അത് എല്ലാ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അയാൾക്ക് കിട്ടിയതുപോലെ എനിക്ക് വിധി കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആ കോടതി ആ കേസിൽ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ആ ഫാക്ട്സ് നോക്കി, അതിൻ്റെ തെളിവുകൾ നോക്കി, മറ്റേ ആൾ അഫക്റ്റഡ് പാർട്ടിയാണോ നോക്കി അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് വിധി കൊടുക്കുന്നത്.
ഇന്ന് വരുന്ന കുട്ടികൾ മാമിൻ്റെ അടുത്തേക്ക് കൂടുതൽ മാം പറഞ്ഞു ഒരു മാസം 160 കോൾസ് വരെയൊക്കെ വരാറുണ്ടെന്ന് ഡിവോഴ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലും പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. ഇവരാദ്യം തന്നെ മാമിനെ ഇപ്പം വിളിക്കുമ്പോൾ ഉള്ള ഒരു കോസ് പറയുന്നത് എന്താണ്? ഹലോ മാം, എനിക്കൊരു ഡിവോഴ്സ് വേണം, ഇതാണ് കാരണമെന്ന് മാം കേട്ടിട്ടുള്ള ഒരു 75% ഓഫ് ദ കോസ് എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് വരുന്നവരാരും വന്നിട്ടേ അവർക്ക് പെട്ടെന്ന് മാം എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ചാടിക്കയറി വരുന്നതല്ല. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് തീരുമാനം പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന് മാം എനിക്കൊന്ന് സംസാരിക്കണം, എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോകുന്നത് വളരെ കഷ്ടപ്പാടില്ല. അപ്പം നമ്മളാരും എന്താ അവരെ കംഫർട്ടാക്കും. ചിലപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയത്, അതൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിനെ കൗൺസിലിങ്ങിനെ കൊണ്ടുവരാം. പക്ഷെ മെയിനായിട്ട് നമ്മളതൊരു അപകടത്തിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് ടോർച്ചർ, വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് വരുന്നത് ശാരീരികം മാത്രമല്ല, ഇമോഷണൽ വയലൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ്ഫുൾ ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് മറ്റേ ആളെ ഇല്ലാണ്ടാക്കുക, അതാണ് ഈ സൂയിസൈഡിലേക്ക് പോകുന്നത്. അവരിങ്ങനെ കണ്ണും കറുപ്പിച്ച് കവള് പൊട്ടി ഇല്ലാണ്ടായി പോകും, കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ആരോട് സംസാരിക്കുക. ഇപ്പം ഈ ഇടയ്ക്ക് മർഡർ നടന്നില്ലേ, തുഷാർ ശർമ്മ, ഭയങ്കര ഫേമസ് ആണ്. ആ കുട്ടിക്ക് എന്നിട്ട് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾ ആരോടും പറയാൻ പറ്റില്ല. വീട്ടുകാർ ഭയങ്കര ആഘോഷിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് എങ്ങനെ ഞാൻ വീട്ടിൽ പറയും, അനിയത്തിമാരുണ്ട്, അവരുടെ ലൈഫ് എങ്ങനെയാവും, ഇങ്ങനെ ഇവരാകെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതിങ്ങനെ സമയത്ത് നമ്മൾ അവരെ ഇടപെട്ടേ പറ്റുള്ളൂ. പിന്നെയും ഈയിടയ്ക്ക് വിട്ട 4-5 കേസ് ഫാമിലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കൗൺസിലിംഗ് കഴിപ്പിച്ച് ഒരുമിച്ച് വിട്ടതാണ് ഈ 4 പിള്ളേരെ മുമ്പേ വെച്ച് കഴുത്ത് വെട്ടി ഒരു സ്ത്രീയെ കൊന്നത്. എനിക്ക് തോന്നുന്നു ജൂണിൽ തന്നെ. അപ്പം അതിനെയൊന്നും നമ്മൾ യോജിപ്പിക്കാനൊന്നും നിൽക്കേണ്ടത് അപകടമാണ്. നമ്മൾ ജീവനല്ലേ വലുത്, സമാധാനമായിട്ട് ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്, അല്ലാതെ ഓടി വന്ന് മാഡം എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് വരാറില്ല. ഈ ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് മാമിന് തോന്നിയിട്ടുള്ള, ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് മാമിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും, ഒരു ആൺകുട്ടി വന്നിട്ട് സംസാരിക്കുന്നു, വാർണിംഗ് സൈൻസ് മാം കാണുന്നത് തുടക്കം ഏതൊക്കെയായിരിക്കും? ഓരോ മാരേജിനും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം, അത് 2 പാർട്ടിയിൽ നിന്ന്. അവർക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം കല്യാണം കഴിപ്പിച്ച് പോയി കഴിഞ്ഞാലും ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടപെടുന്ന കാര്യങ്ങളുണ്ട്. നീ എന്താ അത് ചെയ്ത്, അങ്ങനെ അവരെന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓവർ പുരോഗമനവാദം കാണിക്കുന്നതും പ്രശ്നമാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു വാവയൊന്നും അല്ലല്ലോ പിടിച്ച് കെട്ടിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തായാലും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് വിടുക. അല്ലാതെ വന്നിട്ട് നീ അതൊന്നും ശ്രമിച്ചു കൊടുക്കണ്ട, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ രാവിലെ വന്ന് നിനക്ക് അങ്ങനെ ഇന്നും പറഞ്ഞുകൊണ്ട് ഈ രാവിലെ 24 മണിക്കൂറും ഇവരെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും തെറ്റാണ്. അതേപോലെ ചെക്കൻ്റെ വീട്ടുകാരും രാവിലെ എന്താ എഴുന്നേറ്റ് വരാത്തെ, അവളെന്താ വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്തെ, ഇവിടെയൊന്നും ഇത് പറ്റൂല, ഷോർട്സ് ഒന്നും ഇവിടെ ഇടാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഒരു സഫക്കേഷൻ വരും, ഒരു ഫ്രസ്ട്രേഷൻ വരും, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം. ഇതൊന്നും ഒരു ദിവസം വരുന്നതല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒറ്റ ഡേ കൊണ്ട് നാളെ ഡിവോഴ്സ് വരുന്നില്ല. ഗ്രാജുവലി പോയിട്ട് ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഐ എം നോട്ട് ഡിസേർവിങ് ദിസ് എന്നുള്ളൊരു പോയിന്റ് വരും. ഞാൻ അതല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതല്ല എൻ്റെ ജീവിതം എന്ന് പറയുമ്പോഴാണ് അത് ശരിക്കും നമ്മളിലേക്ക്. ഡിവോഴ്സ് എന്ന് പറയുന്നത് കോടതി മുറിയിലല്ല തീരുന്നത്, വീട്ടിൽ തന്നെ തീരും. വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോടതി മുറി തീരുന്ന ഒരു പ്രോസസ്സല്ല, അത് വീട്ടിലേ തീർന്നിട്ട് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസാണ് കോർട്ടിൽ നടക്കുന്നത്. ആട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.